ഗൈസ് നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ ഇപ്പോഴത്തെ പഴയ ഫുൾ റേഞ്ച് സ്പീക്കറോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്പീക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേപ്പറൊക്കെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇത് മാറ്റി നിങ്ങൾക്ക് ഊഫറായിട്ടോ സ്പീക്കറായിട്ടോ ഫുൾ റേഞ്ച് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മഴയത്തൊക്കെ ഇരുന്ന് പോയൊരു സ്പീക്കറാണ് ഇത്. നമ്മുടെ ടൊയോട്ടോൻ്റെ സ്പീക്കറാണ്, 8 ഇഞ്ച് ഫുൾ റേഞ്ച് ആണ്. അന്നേരം ഈ പേപ്പർ മൊത്തം കീറിപ്പോയി. എന്നാലും ഈ പേപ്പർ മാറ്റിയിട്ട് പുതിയ പേപ്പർ ഇടാനുള്ളൊരു പ്ലാനാണ്. നമുക്ക് ഈ പേപ്പർ റിമൂവ് ചെയ്യാം. ഞാൻ ഇന്നലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് പുതിയ വീഡിയോ ഇതായ കോയിൽ ഇടുന്നത്, അല്ല പേപ്പർ ഇടുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഉദ്ദേശത്തിന് രാവിലെ ചെയ്യുമെന്ന്. ശരിയാവുമോ ഒന്നും അറിയത്തില്ല. ഇത് എന്തെങ്കിലും ചെയ്യുന്നതൊരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടുണ്ടേ, അറിയാവുന്നൊരു കമൻ്റ് ആയിട്ടുണ്ടേ. അപ്പം നല്ല പാടാണിത്. ഈ ഫുൾ റേഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കത്തിയില്ല, കത്രി വെച്ചിട്ടാണ് മുറിക്കുന്നത്. 2 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ 5 എവിടെയെങ്കിലും പേപ്പർ കിട്ടുമെന്ന് അന്വേഷിക്കണം. പേപ്പർ കിട്ടിയില്ലെങ്കിലാണ് ഇത്രയും ചെയ്ത പണി മൊത്തം വേസ്റ്റ് ആകുന്നത്. ഓക്കെ, ഒരുവിധം അത് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി കോയിൻ്റെ ഈ ഭാഗം കോണ് കട്ട് ചെയ്യണം. ഇവിടെ അധികം കട്ട് ചെയ്യണ്ട കേട്ടോ. അത് കട്ട് ചെയ്യണം. ആ വീഡിയോ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. കട്ട് ചെയ്താൽ കോയിലിനൊന്നും പറ്റില്ല എന്നുള്ള പ്രാർത്ഥന. കോയിലിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന മൊത്തം വേസ്റ്റാണ്. അതും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കുണ്ട്, ആ നടുക്കൊക്കെ കട്ട് ചെയ്യാം. ഡസ്റ്റ് ചെയ്യാൻ ഡസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെറിയ കുറച്ച് ഹോളൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ഹോളൊക്കെ ആയിട്ടുണ്ട്. കട്ട് ചെയ്യാം. കട്ടായി. ടെസ്റ്റ് ചെയ്യാൻ ഫുള്ള് കട്ട് ചെയ്തല്ലേ. ഓക്കെ, കട്ടാക്കി. ഇപ്പുറത്തോട്ടും കട്ട് ചെയ്തേ. 2 സൈഡിലോട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോയിലിന് എത്ര ഇഞ്ചാണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നല്ല പാടാണ്. നമ്മളിവിടെ നല്ല രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ നന്നായി കെയർഫുള്ളായിട്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോവും. ഒരു ടാസ്ക്കാണ്. കോയിലൊന്നും പറ്റില്ലേ. ഇതാണ് എൻ്റെ ഒരു കോയിൽ. അതിലെ പൊടിയാണല്ലോ കേട്ടോ. ഇല്ലല്ലോ, ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് പൊടിയൊന്നും ഉണ്ടല്ലേ. കോയിൽ കറക്റ്റാണ് നോക്കുക. കോയിൽ കറക്റ്റാണ് നോക്കാം. വല്ല ബാറ്ററിയോ അങ്ങനെയാണ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാറ്ററി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൊത്തം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. എങ്കിൽ പുതിയൊരു പേപ്പർ കൊണ്ടുവന്നിട്ട് വെക്കുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കോയിലില്ല. അതിൻ്റെ ബാക്കിൽ ഒരു സാധനം കണ്ടു. ഈ ഒരു സാധനം ഇതാണ് അതിൻ്റെ സ്പൈഡർ. അതിലൊന്നും പറ്റില്ലേ. ടാസ്ക്കാണ്. ഇങ്ങോട്ടേക്കായിട്ട് വന്നപ്പോൾ കത്തി കൂടി വരുവാണ്. മറ്റേ കത്തി ഉണ്ടല്ലോ, പേന കത്തി, ആ കത്തി ഒന്ന് സൂപ്പറായിട്ട് ചെയ്യാൻ എൻ്റെ ഇപ്പം അതില്ലാത്തതുകൊണ്ടാണ് എനിക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലേഡായാലും മതി. ഞാൻ ബ്ലേഡ് നോക്കി, പക്ഷെ ബ്ലേഡൊന്നും കാണുന്നില്ല. ഇത്ര നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അകത്ത് കുറച്ച് പേപ്പറൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് തട്ടിക്കളഞ്ഞ. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് എത്രയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കോയിലിനൊരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഓടുന്നുണ്ട്. എന്നാലും ഒരു പിടുത്തം പറ്റുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റാണ്. പക്ഷെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒരു പിടുത്തം പറ്റുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഫുൾ റേഞ്ചിന്